തമിഴ് സൂപ്പർ താരവും രാഷ്ട്രീയ പാർട്ടി നേതാവുമായ വിജയ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവുമായ പ്രശാന്ത് കിഷോറുമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചെന്നൈയിലെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ച തമിഴകത്ത് വൻ വാർത്തയാകുകയാണ്. വിജയുടെ തമിഴക വെട്രിക്കഴകം പാർട്ടി വൃത്തങ്ങൾ കിഷോറിന്റെ സന്ദർശനം പ്രാധാന്യമുള്ളതല്ല എന്ന രീതിയിലാണ് പ്രതികരിച്ചത്. പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ തലവൻ ആദവ് അർജുന ഇത് ഒരു സാധാരണ സന്ദർശനമാണെന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും അടുത്ത വർഷം നടക്കുവാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ടി.വി.കെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഊഹിക്കുന്നത്. യോഗത്തിന് മുൻകൈ എടുത്ത് അടുത്തിടെ വി.സി.കെ വിട്ട് വിജയുടെ പാർട്ടിയിൽ എത്തിയ ആദവ് അർജുനാണ്. അതേസമയം ഇപ്പോൾ ബീഹാറിൽ ജൻ സൂരജ് പാർട്ടി എന്ന രാഷ്ട്രീയ കക്ഷി നടത്തുന്ന പ്രശാന്ത് കിഷോർ ഒരു സ്വകാര്യ സന്ദർശനം നടത്തിയെന്നാണ് ടി.വി.കെ പറയുന്നത്. കഴിഞ്ഞ വർഷം പാർട്ടികൾ ആരംഭിച്ച രണ്ടു നേതാക്കൾ തമ്മിലുള്ള ചർച്ചയാണിത്. ഒരു മുതിർന്ന ടി.വി.കെ നേതാവ് ഇന്ത്യൻ എക്സ്പ്രസിനോട് ഇങ്ങനെ പറയുകയുണ്ടായി പോലും. അതേസമയം പാർട്ടിയുടെ സമ്പൂർണ്ണ സംഘടന ചട്ടക്കൂട് പൂർത്തിയാക്കിയ ശേഷം സമ്പൂർണ്ണ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ടി.വി.കെ പ്രഖ്യാപിച്ചിട്ടും ഉണ്ട്. വിജയ് മാർച്ച് മുതൽ ആദ്യം മുതൽ സംസ്ഥാനമൊട്ടാകെ ഒരു പര്യടനം ആരംഭിക്കും. അതേസമയം ആദവ് അർജുനൻ തന്റെ സ്ഥാപനമായ വോയിസ് ഓഫ് കോമണിന്റെ സഹായത്തോടെ ഡാറ്റ ശേഖരണത്തിനും പാർട്ടിയുടെ വിപുലീകരണത്തിനും മേൽനോട്ടം വഹിക്കുമെന്നും റിപ്പോർട്ട് വരുന്നു. പ്രശാന്ത് കിഷോർ രൂപം കൊടുത്ത് തെരഞ്ഞെടുപ്പ് തന്ത്ര ഏജൻസിക്ക് ഐപാക് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷി AIDMKയുമായി സഹകരിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് വിജയ് പ്രശാന്ത് കിഷോർ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. അടുത്തിടെ വിജയ് AIDMK മുന്നണി സഭ്യൂഹങ്ങൾ തമിഴകത്ത് സജീവമായിരുന്നു. 2021 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം വിജയത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസിനെ സഹായിച്ചതിന് ശേഷം കിഷോർ രാഷ്ട്രീയ കൺസൾട്ടിങ്ങിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്ന പ്രശാന്ത് കിഷോർ കഴിഞ്ഞ വർഷം ഒക്ടോബർ 2 അദ്ദേഹം ജൻ സൂരജ് പാർട്ടി രൂപീകരിച്ചിരുന്നു.